ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഹെയർ വൈന് അല്ലെങ്കിൽ ടിയാറ എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ കത്രിക, പ്ലെയർ, അതുപോലെ ഇത് ഗോൾഡ് കളർ ഗീ വയറാണ്, ഇതുപോലെ ഇത് സിൽവർ കളറാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ചൊക്കെ യൂസ് ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ചെയ്യാൻ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള. അപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇത് വൈറ്റ് പേളാണ്, 10 mm പേളാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചൊക്കെ എൻ്റെ അടുത്തു നിന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞു, എൻ്റെ അടുത്തുള്ള സ്റ്റോക്ക് കഴിയാറായി. അതുപോലെ ഇതൊരു സ്റ്റോണാണ്, ഡയമണ്ട് സ്റ്റോണാണ്. അപ്പോൾ നല്ല ഭംഗിയാട്ടോ ഈ സ്റ്റോണ് കാണാൻ. ഇത് വെച്ചിട്ട് ആരും അങ്ങനെ ടിയാറ വർക്ക് നമ്മളിവിടെ ആരും അങ്ങനെ ചെയ്യണ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ടിയാറ വർക്ക് ചെയ്യണതിൽ ഈ ഒരു സ്റ്റോൺ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇനി ഞാൻ എടുക്കുന്നത് ഇത് ക്രിസ്റ്റൽ ബീഡ്സ് ആണ് കേട്ടോ. ക്രിസ്റ്റൽ ബീഡ്സ് 6 mm അതും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അത് 4 mm യൂസ് ചെയ്യാറുണ്ട്, 6 mm യൂസ് ചെയ്യാറുണ്ട്. ഇത് നമ്മൾ ഡ്രസ്സിലൊക്കെ വെക്കുന്ന ഒരു പൊട്ടിൻ്റെ ഷേപ്പുള്ളൊരു സ്റ്റോണാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല തിളക്കമുള്ളൊരു ടൈപ്പ് സ്റ്റോണാണ്. അപ്പോൾ ഇതും ടിയാറ വർക്ക് ചെയ്യുമ്പോൾ നമ്മളതിൽ ഒട്ടിച്ചു കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഗ്രാം അനുസരിച്ചിട്ടാണ് കേട്ടോ കിട്ടുന്നത്. ഇപ്പോൾ ആ സ്റ്റോൺ ഡയമണ്ട് സ്റ്റോൺ ആണെങ്കിൽ ഒരു ഗ്രാമിന് ഇപ്പോൾ ഒരു ഗ്രാം പറയുമ്പോൾ ഒരു 3-4 എണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഞാനിതൊക്കെ വെച്ചിട്ട് ചെയ്തൊരു ടിയാറയാണ് ഗീ വയർ. അത് ചെറിയൊരു പീസ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസൊക്കെ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ റേറ്റിനനുസരിച്ചിരിക്കും. അപ്പം അതുപോലെ ഗീ വയർ വാങ്ങുമ്പോൾ 3 mm അല്ലെങ്കിൽ 4 mm ഗീ വയർ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ 4 mm ഗീ വയറാണ്. നമ്മൾ അതിൻ്റെ MM അത് കൂടുന്നതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്താൽ വൃത്തി ഉണ്ടാവില്ല. അതിങ്ങനെ തലയിൽ വെക്കുമ്പോൾ ഇങ്ങനെ ഒടിഞ്ഞ ഒരു ഷേപ്പിൽ നിൽക്കാതെ സ്റ്റിക്കായിട്ട് അങ്ങനെ നിൽക്കും. അപ്പോൾ തലമ്മ വെക്കുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ 3 mm ഗീ വയർ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഗീ വയർ ഫുള്ളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു ടിയാറ വർക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കിഡ്സിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 36-37 സെൻറ്റിമീറ്റർ നീളത്തിൽ ഉണ്ടാക്കിയാൽ മതിയാവും. അഡൾട്ടിനാണെങ്കിൽ ഒരു 40-നുള്ളിൽ. സാധാരണ എല്ലാവരും നടുമടക്കിയിട്ട് ബീഡ്സ് ഇട്ടിട്ട് നടുമടക്കിയിട്ടാണ് ടിയാറ വർക്ക് ചെയ്യണത്. അപ്പം ഞാനിപ്പോൾ സിമ്പിളായിട്ട് ചെയ്യണൊരു ടിയാറ വർക്കാണ്. അപ്പോൾ ഒരു ലൈൻ മാത്രം എടുത്തിട്ട് ചെയ്യണൊരു വർക്കാണിത്. ഇതിൻ്റെ അറ്റം നമുക്ക് ഇങ്ങനെ ഒരു സ്ലൈഡ് കുത്താനൊക്കെ ആവശ്യത്തിനുള്ള ഒരു ഇതേപോലെ ഒന്ന് പിരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആ പിരിക്കണത് നല്ല വൃത്തിയായിരിക്കണം, അത് ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ അറ്റത്തൊക്കെ കുറച്ച് ബീഡ്സ് കോർത്ത് വെക്കുക. അപ്പോൾ ഈ വർക്ക് ചെയ്ത ടിയാറൊക്കെ കഴിയുമ്പോൾ കോർത്തേക്ക് ഉണ്ട്. ഇതൊക്കെ ഉണ്ട് മാറ്റി വെച്ചതിന് ശേഷം ഇതിൻ്റെ അറ്റത്ത് ഞാൻ കുറച്ച് ക്രിസ്റ്റൽ ബീഡ്സ് അതുപോലെ പേൾ ബീഡ്സും കോർത്തെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അറ്റമൊന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ പേൾ ബീഡ്സും ക്രിസ്റ്റൽ ബീഡ്സും അങ്ങനെ 2 ഇടകലർത്തിയിട്ട് ഇതാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അറ്റത്തേക്ക് ഇതേപോലെ കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ ഒരുപാട് കോർത്തിട്ട് ലാസ്റ്റ് വെച്ച് ഇങ്ങനെ ഇതാക്കിയാൽ മതി. ഇത് ജസ്റ്റ് ഒന്ന് വളച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് അടുത്ത ഒരു ചെറുതായി വളച്ചെടുത്തിട്ട് ഇതേപോലെ ഒന്ന് പിരിച്ചെടുക്കുക. അപ്പോൾ ഈ ജസ്റ്റ് പേളില്ലാതെ പിരിച്ചെടുക്കണം എന്തിനാണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അതുപോലെ ക്രിസ്റ്റൽ ബീഡ്സും വെച്ചിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് പിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു ഹോൾ ഇട്ടിട്ട് ഇതേപോലെ പിരിച്ചെടുക്കാം. എന്നിട്ട് ഇത് ഈ ഒരു ലെവലിലായതിന് ശേഷം ലാസ്റ്റ് എല്ലാം കൂടി ഇങ്ങനെ ജസ്റ്റ് പിരിച്ചെടുത്ത് രണ്ടാമത്തെ ഒരു പിരീഡ് അവിടെ എത്തുമ്പോൾ 2 ഇതും കൂടിയിട്ട് ഒരുമിച്ച് പിടിച്ചെടുക്കുക.
അടുത്തതായിട്ട് അടുത്ത പിരിച്ചതിൻ്റെ അവിടെ എത്തുമ്പോൾ വീണ്ടും ഇതേപോലെ പിരിച്ചെടുക്കുക. അങ്ങനെ ഇപ്പോൾ ഇത് 4 ഇതളായിട്ട് 4 ഇതളായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ മൊത്തത്തിൽ പിരിച്ചെടുക്കാം. ഞാൻ നാളെ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു TR വർക്കിൻ്റെ. അപ്പോൾ കുറേ പേര് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു TR വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്ത് തരുമോ. പിന്നെ നമ്മൾ ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ TR വർക്ക് ചെയ്യുന്നത്. പലവർക്കും പല ഐഡിയ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫ്ലവർ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഫ്ലവറിൻ്റെ ഉള്ളിൽ ബീഡ്സ് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഒരു 2 ബീഡ്സും കൂടിയും കോർത്തെടുക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഇങ്ങനെ ഇതേപോലെ തിരിച്ചെടുക്കുക. അടുത്ത ബീഡ്സ് വെച്ചിട്ട് വീണ്ടും തിരിച്ചെടുക്കുക. ഇപ്പോൾ ഇതൊക്കെ വാങ്ങിയത് ഇതൊക്കെ വാങ്ങിയത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്നാണ്. ഇതേപോലെ വിൽക്കണ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് വാങ്ങിയത്. ബീഡ്സ് നമ്മൾ ടൈലറിങ്ങായിട്ട് ബന്ധപ്പെട്ടുള്ള സിപ്പ് അങ്ങനത്തെ ഒക്കെ വിൽക്കണ ഷോപ്പിലുണ്ടാവും. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഗീ വയർ 55 രൂപയ്ക്കും 60 രൂപക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ടും നമുക്ക് മീഷോയിലൊക്കെ കിട്ടും. പക്ഷേ റേറ്റ് എങ്ങനെയെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ അത് ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കും. ഓക്കെ, അപ്പോൾ ഇതേപോലെ അടുത്തൊരു വയറും കൂടി ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഓരോരോ സെപ്പറേറ്റ് ഇതുള്ളതായിട്ട് എടുക്കാം. അപ്പോൾ ക്രിസ്റ്റൽ ബീഡ് ഓരോ ലൈനിനാണ് റേറ്റ് വരുന്നത്. അതുപോലെ പേൾ ബീഡ്സും അത് വെച്ചിട്ട് തന്നെയാണ് എടുത്തത്. സ്റ്റോൺസ് ഗ്രാം അനുസരിച്ചാണ് തൂക്കിയെടുത്തിരിക്കുന്നത്. 2 സ്റ്റോൺ അത് ഗ്രാം അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെറിയ ബീഡ്സ് വെച്ചിട്ടുള്ളൊരു വർക്കും കൂടി ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു 2 mm ബീഡ്സാണ്. അപ്പോൾ അതൊരു 5 എണ്ണം ഇട്ട് കൊടുത്തതിന് ശേഷം 5 എണ്ണം ഇട്ട് കൊടുത്ത് പിന്നെ ഞാനൊരു 10 mm ഒരു ബീഡ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പേൾ ബീഡ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ബീഡ്സ് 5 ബീഡ്സും കൂടിയിട്ട് ഒരുമിച്ച് കൂട്ടി പിടിച്ചിട്ട് എന്നെ പിരിച്ചു കൊടുക്കാം. അപ്പോൾ അതൊരു ഫ്ലവറായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു പേൾ ബീഡ്സ് മാത്രം വെച്ചിട്ട് നമുക്ക് TR വർക്ക് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഞാൻ ഇതുപോലെ ഹോളിനായിട്ടുള്ള കുറച്ച് 2 ഹോളായിട്ട് പിരിച്ചു കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് കുറച്ച് പിരിച്ചതിന് ശേഷം നമുക്ക് അടുത്ത് വലിയ ബീഡ്സ് വെച്ചിട്ടുള്ള ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കിയിട്ട് വലിയ ബീഡ്സ് വെച്ചിട്ടും ഇതേപോലെ തിരിച്ചു കൊടുക്കാം. ഓക്കെ, ഇതിങ്ങനെ തിരിച്ച് കൊണ്ടുവരുമ്പോൾ നമുക്ക് അപ്പുറത്തെ നമ്മൾ ആദ്യം പിരിച്ച് അവിടെ എത്തും. അപ്പോൾ ആ 2ഉം കൂടിയിട്ട് ഒരുമിച്ച് പൂട്ടി പിരിക്കുക. ഓക്കെ, ഇത് വർക്ക് ചെയ്യാൻ ഞാൻ 3 മണിക്ക് ഇരുന്നിട്ട് 6 മണിക്കാട്ടോ അതിൽ വന്ന് നീറ്റിരിക്കണേ. അപ്പോൾ എത്ര റേറ്റിനൊക്കെ കൊടുക്കുക പറഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഓരോരുത്തർക്കും സെപ്പറേറ്റ് റേറ്റിനാവും ഓരോ പ്രോഡക്റ്റ് കിട്ടുന്നത്. ഞാൻ ചിലപ്പോൾ ഹോൾസെയിലായിട്ട് ഹൈദരാബാദിൽ നിന്നൊക്കെ പ്രോഡക്റ്റ് കൊറിയറായിട്ട് വാങ്ങാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ കുറച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ ഒരു സൈഡ് മൊത്തമായിട്ട് ഇതേപോലെ ഒരു സൈഡ് മൊത്തമായിട്ട് ഞാൻ ബീഡ്സ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എത്ര ലെങ്ത്ത് വേണോ ആ ലെങ്ത്തിനനുസരിച്ച് അത്രയും ഇതേപോലെ ഇതളുകൾ ആക്കിയെടുക്കാം.
ഓക്കെ. ഇനി ലാസ്റ്റ് നമുക്ക് ഇതേപോലെ ആ സ്ലൈഡ് കുത്തേണ്ടതിൽ ജസ്റ്റ് ഒന്ന് വളച്ചെടുത്തതിന് ശേഷം തിരിച്ചു കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ തിരിക്കുന്ന സമയത്ത് ക്യാമറയിൽ നിന്ന് കുറച്ച് നീങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഇത് വ്യക്തമായിട്ട് കുറച്ചും കൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ ഒരു ചെറിയൊരു വീഡിയോ കൂടി ആഡ് ചെയ്യാം, പിരിക്കണതൊന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു 4mm ബീഡ്സ് വെച്ചിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു വർക്ക് തന്നെയാണത്. അപ്പോൾ ഇതേപോലെ ഞാൻ ചെയ്ത പോലെ ഒരു സൈഡ് മൊത്തമായിട്ട് ഇതേപോലെ ഓരോ ലീഫ് ഉണ്ടാക്കുക. അതിനുശേഷം നമുക്ക് സ്ലൈഡ് കുത്തേണ്ട ഹോളിനനുസരിച്ച് പിരിച്ച് കൊടുക്കുക. ലാസ്റ്റ് ഓരോ ഇതളിൻ്റെ അവിടെ എത്തുമ്പോഴും ഇതേപോലെ മൊത്തമായിട്ട് പിരിച്ചു കൊടുക്കുക. അപ്പം നിങ്ങൾ പിരിച്ചു കൊടുക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് തന്നെ പിരിച്ചു കൊടുക്കുക. നമ്മൾ പിരിച്ചു കൊടുക്കും തോറും അതിങ്ങനെ ടൈറ്റായിട്ട് വരും. ഓക്കെ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ നടുവത്തെ ഒരു ലൈന് പറയുമ്പോൾ ഇങ്ങനെ ചുട്ടിയ പോലെ ഉണ്ടാവില്ല. നമ്മൾ ഓരോ ലീഫ് ഉണ്ടാക്കിയിട്ട് ഇതാണ്ടോ, ഓരോ ലീഫ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഇതേപോലെ അതിന് ശേഷം നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നടുഭാഗം ഒരു വൃത്തിയില്ലാതെ ആ ഒരു വയറൊക്കെ അങ്ങനെ കുത്തണ പോലെ ഇരിക്കും, ചുട്ടിയ പോലെ ഇരിക്കും. അപ്പം എല്ലാ ഭാഗവും ഒരേപോലെ വൃത്തിയായിരിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് വൃത്തിയായിട്ട് ഈ ചെയ്യാൻ പറ്റും. അപ്പം ഇനി ഓരോ ഹോൾ ഇട്ട് കൊടുത്ത് ഞാൻ ഇതേപോലെ സ്റ്റോൺ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഓരോ ഹോൾ ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹോള് വലുതാണ് എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് തിരിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചില ടീംസ് എല്ലാം ചോദിച്ചു വരും, കൊറിയർ അയച്ചു തരുമോ, എങ്ങനെയാണ് എന്നെ മോഡൽ ചെയ്ത് തരുമോ, എല്ലാം ചോദിച്ചു വരും. അവസാനം നമുക്ക് പേയ്മെൻറ്റിൻ്റെ കാര്യം എത്തുമ്പോൾ പിന്നെ യാതൊരു റിപ്ലൈ ഉണ്ടാവില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു റോളിന് 55 രൂപയാണ്, 55 രൂപയ്ക്കാണ് ഒരു റോള് കിട്ടുന്നത്. അപ്പോൾ അഡൾട്ടിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു റോള് ഫുള്ളായിട്ട് തികഞ്ഞെന്ന് വരില്ല. അപ്പോൾ തന്നെ ഓൾറെഡി ഗീ വയറിന് മാത്രം 50 രൂപയായി. പിന്നെ അതിൻ്റെ ബീഡ്സും വർക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ 100 രൂപക്ക് മുകളിലാവുമായിരിക്കും. അത് ഓരോന്ന് ഞാൻ പറഞ്ഞ ഓരോന്നിൻ്റെ ലെങ്ത്തും അതിൽ അവർക്ക് കിട്ടുന്ന ആ പ്രോഡക്റ്റിൻ്റെ ഇതനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോന്നിൻ്റെ റേറ്റ് സെപ്പറേറ്റ് ആക്കുന്നത്. ഓക്കെ. ചെറുതാക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ എൻ്റെ ഒരു സൈഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റേ ഒരു സൈഡും കൂടി ഞാൻ ഇതേപോലെ സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ ഫൈനലി എല്ലാ സൈഡും ഞാൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു 2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉണങ്ങി കിട്ടും. അതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം ആ ലീഫൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ടിയർ, അപ്പോൾ ഇത് കുറച്ചൊരു ലെങ്ത്തുള്ള ലീഫായിട്ടുള്ളൊരു ടിയർ വർക്കാണ് ചെയ്തിട്ടിരിക്കുന്നത്. അതുപോലെ ഇത് അതുപോലെ ചെയ്തൊരു ടിയർ വർക്കാണ്, അത്രയും ലെങ്ത്തുള്ള തന്നെയാണ്. അതുപോലെ ഇത് ചെറിയൊരു ടിയർ വർക്ക് ചെറിയതൊന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മോളുടെ തലയിൽ വെച്ചിട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് ഞാൻ ചെയ്ത വർക്ക്. ഓക്കെ. ഇതാണ് നമ്മുടെ ടിയറിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഹെൽപ്ഫുള്ളായി ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.